ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. പരീക്ഷയുടെ ഒരുക്കം നൽകുന്ന ഞെരുക്കവും കാലാവസ്ഥയുടെ ഒരുക്കവും ചേർന്ന് ഒരുക്കവും ഞെരുക്കവും പിരിമുറുക്കവും ഒക്കെ ചേർന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഞെരുക്കത്തിനും ഒരുക്കത്തിനും പിരിമുറുക്കത്തിനുമിടയിൽ വിജയകരമായ പഠനത്തിനും ഒരുക്കത്തിനുമുള്ള ഏതാനും കുട്ടിക്കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പുസ്തകമാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുക. വിജയകരമായ പഠനത്തിന് വേണ്ട ഏതാനും വളരെ ലളിതമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ജോഷി ജോസഫ് കറുകുറ്റി, സോഫിയ ബുക്സിൻ്റെ പുസ്തകം. ഇതിലെ ആദ്യ അധ്യായത്തിലൂടെ മാത്രം ഞാൻ കടന്നു പോവുകയാണ്. വിജയകരമായ പഠനത്തിന് വേണ്ട 12 കാര്യങ്ങൾ. എന്നെ കേൾക്കുന്ന സമർത്ഥരായ കുഞ്ഞുങ്ങളെ, ഈ 12 കാര്യങ്ങൾ മനസ്സിലേക്കൊന്ന് കുറിച്ചെടുക്കുന്നത് നന്നായിരിക്കാം. പേനയും പുസ്തകമൊന്നും ഇല്ലാതെ നിങ്ങളുടെ ഓർമ്മയുടെ ഭിത്തികളിലാണ് ഇത് കോറിവെക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ശക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ശക്തമായ ലക്ഷ്യബോധം. ആരോട് ചോദിച്ചു എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി എന്തിനാ പോകുന്നത്? അയാൾ ഉത്തരം പറഞ്ഞു, എവറസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് കീഴടക്കുക എന്നുള്ളത് വ്യക്തമായ ലക്ഷ്യമാണ്. അതുള്ളിടത്തോളം കാലം അതിനെ കീഴടക്കുവാനായിട്ട് ഞാൻ പോകും. തെരുവ് വിളക്ക് കീഴിലിരുന്ന് പഠിച്ച എബി എന്ന പയ്യനെക്കുറിച്ച് നമുക്കറിയാം. അബ്രഹാം ലിങ്കൻ വീട്ടിൽ ആവശ്യത്തിന് വെട്ടവും വിളക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തെരുവ് വിളക്കിൻ്റെ കീഴിലിരുന്ന് പഠിച്ചു. പിന്നെ അയാൾ ഉയർന്നു, അമേരിക്കയുടെ പ്രസിഡൻ്റായി. ലോകത്ത് നിരന്തരം ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളായി അയാൾ മാറി. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വ്യക്തമായ ലക്ഷ്യമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലായി തീരണമെന്നുള്ള ലക്ഷ്യം. ഇനി അങ്ങനെ ലക്ഷ്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ പുസ്തകം പറയുന്നതനുസരിച്ച് ആ ലക്ഷ്യം നിങ്ങളുടെ പഠനമുറിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. സീക്രട്ട് എന്ന പേരിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഇൻസ്പയറിംഗ് CD ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു ബോർഡിൽ എഴുതി വെക്കണം. അതായത് ഡ്രീം ബോർഡ് എന്നാണ് അവരതിനെ വിളിക്കുക, അല്ലെങ്കിൽ വിഷൻ ബോർഡ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തേണ്ട വഴികളെക്കുറിച്ച്, എത്തിച്ചേരാനുള്ള സാധ്യതകളെക്കുറിച്ച് അവിടെ എഴുതി വെക്കുക. ഇതാണ് എൻ്റെ സ്വപ്നം. അത് നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിലുള്ള ലക്ഷ്യമാക്കാം. അപ്പോൾ ഡോക്ടറായി മാറാൻ ആഗ്രഹിക്കുന്നയാൾ ഞാൻ ഡോക്ടറായി തീരും എന്നുള്ള പൊതു ലക്ഷ്യം എഴുതി വെക്കാം. അതിനുശേഷം ഓരോ മാസത്തേക്കും ഓരോ ആഴ്ചയിലേക്കും ഓരോ ദിവസത്തേക്കും അവൻ ലക്ഷ്യങ്ങളുണ്ടാകണം. ഇന്ന ദിവസം ഇത്രയും ഞാൻ പഠിച്ചു തീരും. അത് ലക്ഷ്യമാണത്, ഒരു ഷോർട്ട് ടേം ഗോളാണ്. ഇനി ഈ ആഴ്ച കൊണ്ട് ഇത് ഞാൻ ചെയ്ത് തീർക്കും. അതിനുശേഷം ഈ മാസം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ വ്യക്തമായി ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങുന്ന വ്യക്തികളിലൂടെയാണ് ഈ ലോകം ഏതെങ്കിലും തരത്തിലും മെച്ചപ്പെടുക. അപ്പോൾ ലക്ഷ്യം കൃത്യമായിട്ട് ഉണ്ടാകണം. അതിന് വിഘാതമായിട്ടുള്ള തടസ്സം പുറത്തൊന്നുമല്ല, അകത്താണ്. എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹില്ലരി പിന്നീട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ കീഴടക്കേണ്ടിയിരുന്ന കൊടുമുടികൾ പുറത്തുള്ള കൊടുമുടികളായിരുന്നില്ല, അകത്തുള്ള കൊടുമുടികളായിരുന്നു. അകത്തെ കൊടുമുടിയായിരുന്നു ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഏറ്റവും പേടിപ്പെടുത്തുന്ന കൊടുമുടി. ആ കൊടുമുടികൾക്ക് മുമ്പിലാണ് ഞാൻ തളർന്നു പോയിട്ടുള്ളത്. എൻ്റെ നിരാശ, എൻ്റെ സംശയങ്ങൾ, എൻ്റെ ഉത്കണ്ഠ, എൻ്റെ സ്വയം കുറ്റപ്പെടുത്തലുകൾ, ഈ കൊടുമുടികളെ എല്ലാത്തിനെയും നേരിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തുള്ള കൊടുമുടി ഒന്നുമല്ല. എവറസ്റ്റ് വാസ് നത്തിങ് കമ്പയർഡ് ടു ദ എവറസ്റ്റ് വിതിൻ. ദ എവറസ്റ്റ് വിതിൻ. കേൾക്കുന്ന കുഞ്ഞെ ശ്രദ്ധയോടെ കേൾക്കുക. നിൻ്റെ അകത്തുള്ള കൊടുമുടി ഉണ്ടല്ലോ, വല്ലാത്ത പേടിയുടെ കൊടുമുടി, നിരാശയുടെ കൊടുമുടി, അലസതയുടെ കൊടുമുടി, ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ലക്ഷ്യബോധത്തോടു കൂടി, വ്യക്തതയോടുകൂടി, കൃത്യതയോടെ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കും. ഈ ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ ഒരു ആത്മവിശ്വാസം വേണം. ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരും. എറിക് ഫ്രോം കുട്ടികളോട് ആവർത്തിച്ച് പറയുന്ന പോലെ, യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. നീ എത്തിച്ചേരേണ്ടടുത്ത് നീ എത്തിച്ചേരണം. എത്തിച്ചേരുന്നതിന് വിഘാതമായ ഉള്ളതിനെ എല്ലാത്തിനെയും മാറ്റി നിർത്തണം. അപ്പോൾ പല പ്രാവശ്യം പറയണം, ഞാൻ എത്തിച്ചേരേണ്ടത് ഇവിടെയാണ്, അവിടെ ഞാൻ എത്തിച്ചേരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, ഹാവ് എ ക്ലിയർ ഗോൾ. വ്യക്തമായ
ലക്ഷ്യം ഉണ്ടാവുക. 2, തീവ്രമായ താല്പര്യം ഉണ്ടാകണം. ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ പലിശ കിട്ടുന്ന പോലെയാണ്. നമുക്ക് തീവ്രമായ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ താല്പര്യമുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ പാദങ്ങൾ എത്തേണ്ടിടത്തേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് പറയില്ലേ, എനിക്ക് ഭയങ്കര പൂർ മെമ്മറിയാണെന്ന്. പക്ഷേ മെമ്മറിയെ പഠിക്കുന്ന ആളുകൾ പറയുന്നത് ദർ ഈസ് നോ സച്ച് എ തിങ് ആസ് ബാഡ് മെമ്മറി ആൻഡ് ഗുഡ് മെമ്മറി. ഗുഡ് മെമ്മറി എന്നും ബാഡ് മെമ്മറി എന്നും പറയുന്ന കാര്യങ്ങളില്ല. അതായത് ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങൾ നുണ പറഞ്ഞിട്ട് എനിക്ക് മെമ്മറി ഇല്ല, ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അത് വിശ്വസിച്ചേക്കരുത്. സത്യത്തിൽ മെമ്മറിയേ ഉള്ളൂ. ഉപയോഗിക്കുന്ന മെമ്മറിയും ഉപയോഗിക്കാത്ത മെമ്മറിയും എന്ന് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. ചില ആളുകൾ മെമ്മറി ഉപയോഗിക്കുന്നേ ഇല്ല, അതുകൊണ്ട് അതിനെ നമ്മൾ ബാഡ് മെമ്മറി എന്ന് പറയുന്നു. അപ്പോൾ ഉപയോഗിക്കാത്തത് മൂലം പ്രവർത്തിക്കാത്ത ഒരു മേഖലയായിട്ട് അത് മാറുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും ജനിക്കുമ്പോൾ തന്നെ മെമ്മറി ഒട്ടുമില്ലാത്തവരായിട്ട് ജനിക്കുന്നില്ല. ഇതാണ് ശാസ്ത്രം പറഞ്ഞു തരുന്ന തത്വം. പക്ഷെ നമ്മൾ അനുഭവത്തിലൂടെ മറ്റൊരു സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഇനി വീണ്ടും ഞാൻ പണ്ടൊരിക്കൽ ഇതേ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ ഒരു കുഞ്ഞു പറയുകയാണ്, അവനൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. കണക്കിലെ സമവാക്യങ്ങളൊന്നും തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ചരിത്രത്തിലെ വർഷങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, പദ്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഒന്നും അവൻ ഓർത്തിരിക്കാൻ വയ്യ. ഈ പയ്യൻ ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ ക്രിക്കറ്റ് രാജാക്കന്മാരെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അവൻ എന്തുകൊണ്ട് ഓർത്തിരിക്കുന്നത്? സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ അവന് കാണപ്പെടറിയാം. എന്തുകൊണ്ട് അവൻ ഓർത്തിരിക്കുന്നു? ബിക്കോസ് ഹി ലൈക്സ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്, ക്രിക്കറ്റ്. പ്രിസൈസ്ലി ബിക്കോസ് ഹി ലൈക്സ് ഇറ്റ്, ഹി ക്യാൻ റിമെമ്പർ. അപ്പോൾ തത്വമായിട്ട് സ്വീകരിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഓർത്തിരിക്കും, ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഓർത്തിരിക്കും. സിനിമ കണ്ടിട്ട് അതിലെ രസകരമായ രംഗങ്ങൾ മറന്നു പോകുന്നവർ എത്ര പേരുണ്ട്? എന്തുകൊണ്ട് അവർ ഓർത്തിരിക്കുന്നു? ഓർത്തിരിക്കുന്നത് അവർക്ക് തീവ്രമായ ഇഷ്ടം അതിനോടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ നമ്മുടെ കുട്ടിമടിയന്മാരായിട്ടുള്ള കുട്ടികൾ മാതാപിതാക്കളെ നിങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് പറയുക, നിനക്ക് ഓർമ്മക്കുറവല്ല, നിനക്ക് താല്പര്യക്കുറവാണ്, അത് മാറ്റാൻ വേണ്ടി നീ തന്നെ ശ്രമിക്കുക. അങ്ങനെ അവൻ ശ്രമിച്ചോളും. 3ാമത്തെ കാര്യം, ശക്തമായ ആത്മവിശ്വാസം വേണം. ശക്തമായ ആത്മവിശ്വാസം വേണം. വിറ്റൻഗർ എന്ന വികലാംഗൻ എവറസ്റ്റ് പർവ്വതം കീഴടക്കി. അയാൾ കീഴടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പത്രക്കാരൊക്കെ ചുറ്റിലും വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 കാലം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്രയോ മുമ്പ് എവറസ്റ്റ് കീഴടക്കുമായിരുന്നു. ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തുന്ന പോലെ കൈകൾ ഉയർത്തി, പിന്നെ കണ്ണുകൾ ഉയർത്തി അയാൾ നിന്നു കുറച്ചു നേരം, പിന്നെ കരയാൻ തുടങ്ങി. കണ്ണീർ മഴപ്പെയ്ത്ത് കാലം ആരംഭിച്ച പോലെയാണ്. കരച്ചിലിന് ശേഷം അയാൾ പറയുന്ന, ദൈവമേ നന്ദി, എനിക്ക് ഇങ്ങനൊരു വികലാംഗത്വം തന്നതിന്. എനിക്ക് 2 കാലം നീ തന്നിരുന്നെങ്കിൽ ഒരു തരത്തിലും ഞാൻ ഒരു കൊടുമുടി കീഴടക്കില്ലായിരുന്നു. ഒറ്റക്കാലനായതുകൊണ്ടല്ലേ വാശി വന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ തോൽപ്പിക്കണം എന്നുള്ള തോന്നലുണ്ടായത്. ദൈവമേ നന്ദി എന്നെ വികലാംഗനാക്കിയതിന്. അപ്പോൾ ശക്തമായ ആത്മവിശ്വാസം വേണം. ബിൽ ഗേറ്റ്സ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടിയാണ് എന്ന കാര്യം ഓർക്കുക. കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ലോകത്തെ ഏറ്റവും കോടീശ്വരനായി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അന്ന് ക്ലാസ്സിൽ 1ും 2ും 3ും റാങ്കൊക്കെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് ഞാൻ അവരെ വാടക എടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചേക്കരുത്, ക്ലാസ്സിൽ നിന്ന് പുറത്താകുന്നവരൊക്കെ ബിൽ ഗേറ്റ്സിനെ പോലെ വളരെ ഒന്നും 1st റാങ്കും 2nd റാങ്കും 3rd റാങ്ക് കിട്ടിയവരും അവർക്ക് വേണ്ടി പണിയെടുക്കുന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. പറഞ്ഞു വരുന്ന പോയിന്റ് മറ്റൊന്നാണ്. ആത്മവിശ്വാസമുള്ളവന് എവിടെയെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും. ആ ആത്മവിശ്വാസം നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വിൽമ റുഡോൾഫ് ശരീരം ശോഷിച്ചു പോയ ആളല്ലേ, എങ്ങനെ വേൾഡ് ചാമ്പ്യനായി മാറി? വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹം ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായി. അപ്പോൾ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി ആകണമെങ്കിൽ കണക്കറിയണമല്ലോ. പക്ഷേ പഠിച്ചിരുന്ന നാളിൽ കണക്കിന് വട്ടപൂജ്യം കിട്ടിയിരുന്ന ആളാണ് പിന്നെ പൂജ്യനായ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായി മാറിയത്. അപ്പോൾ കണക്കിൽ വളരെ പുറകോട്ടായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ പേടിക്കേണ്ട. ഒന്ന് ശ്രമിച്ചാൽ, വീണ്ടും ശ്രമിച്ചാൽ, വീണ്ടും വീണ്ടും ശക്തമായ ആത്മവിശ്വാസത്തോടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കും ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ഉയരാൻ സാധിച്ചേക്കും. 3ാമത്തെ കാര്യം, അപ്പോൾ ശക്തമായ ആത്മവിശ്വാസം വേണം. 4ാമത്തെ കാര്യം, സ്ഥിരോത്സാഹം. ലക്ഷ്യബോധം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല,
സ്ഥിരോത്സാഹം കൂടി വേണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒരുപാട് നേടണമെന്ന് പറഞ്ഞിരിക്കുന്നവൻ കമ്പ്യൂട്ടർ തൊടുക പോലും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ സ്വപ്നം പാഴ്ക്കിനാവ് മാത്രമാണ്. അപ്പോൾ സ്വപ്നം കണ്ടതുകൊണ്ടായില്ല, സ്വപ്ന സദൃശമായ ചുവട് വെക്കണം. നമ്മളുടെ പല കുഞ്ഞുങ്ങളുടെയും പ്രശ്നം സമയം മുഴുവൻ അവർ ദിവാസ്വപ്നം കൊണ്ട് കഴിയുകയാണ്. ഭാവിയിൽ ഒരുപാട് കാര്യങ്ങളാകുമെന്ന് അവർ പറയുന്നത്. ഒരേ സമയം ലോകത്തെ മുഴുവൻ കീഴടക്കും, സകല മലകളെയും കീഴടക്കും എന്ന മട്ടിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തിട്ടില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നാളെ മല മറിക്കുമെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. എൻ്റെ കുഞ്ഞെ, നീ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നാളെ നീ ഒരു മലയും മറിച്ചിടാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേറൊരു കാര്യം കൂടെ ഓർത്തെടുക്കുക. ചിലതിനോട് നോ പറയാൻ പറ്റിയില്ലെങ്കിൽ വിജയത്തോട് യെസ് പറയാൻ പറ്റില്ല. ചിലതിനോട് നോ പറയാൻ പറ്റിയില്ലെങ്കിൽ വിജയത്തോട് യെസ് പറയാൻ പറ്റില്ല. എല്ലാത്തിനോടും ഇപ്പോൾ യെസ് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അവസാനം നീ ജീവിതത്തോട് തന്നെ നോ പറയേണ്ടി വരും. ഇതൊരു പാഠമാക്കി മാറ്റുക. അഞ്ചാമത്തെ കാര്യം, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അതായത് എപ്പോഴും യു ബിക്കം വാട്ട് യു ഡിസൈഡ് അബൌട്ട് യു. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങളുടെ നിർവചനം നൽകുന്നുണ്ട് ജീവിതത്തിൻ്റെ. അപ്പോൾ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനവും നാളെ എടുക്കുന്ന തീരുമാനവും അടുത്ത ദിവസങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം കൂടിച്ചേർന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർവചനമായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ രാവിലെ എടുക്കുന്ന തീരുമാനം തന്നെ നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കും. ഫോർ എക്സാമ്പിൾ, രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ കൃത്യസമയത്ത് ഉണരുക എന്നുള്ളതൊരു തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ ദിശ നിങ്ങൾ നിശ്ചയിക്കുകയാണ്. അതായത് അതിരാവിലെ തന്നെ അങ്ങേയറ്റം അലസതയോടുകൂടി മൂടിപ്പതച്ച് കിടക്കുന്ന സുഹൃത്തെ, നീ ഇപ്പോൾ മൂടിപ്പുതച്ച് കിടന്ന് പിന്നെ മടിയും കുടിച്ച് ഇരിക്കും. അതിനിടയിൽ വിജയത്തിൻ്റെ വഴിയിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ തീരുമാനവും, മുറിയൊന്നും വൃത്തിയാക്കാനുള്ള തീരുമാനം, ആ തീരുമാനം ഒരുപാട് സഹായിക്കുന്നുണ്ട്. അടക്കം ചിട്ടയോടുകൂടി എല്ലാം ഒതുക്കി വെക്കാനുള്ള തീരുമാനം, അത് നിന്നെ വിജയ വഴിയിലേക്ക് കൂടുതൽ നയിക്കുന്നുണ്ട്. പിന്നെ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്നുള്ള തീരുമാനം, ഇങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. അടുത്തത്, ആറാമത്തേത്, സൂക്ഷ്മമായ ഏകാഗ്രത. വിജയകരമായ പഠനത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് സൂക്ഷ്മമായ ഏകാഗ്രത. ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. ഒരു വിദ്യാർത്ഥി 1 മിനിറ്റ് ക്ലാസ് കേൾക്കുമ്പോൾ 1/2 മിനിറ്റ് മാത്രമേ കാര്യമായി ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. അധ്യാപകൻ 1 മിനിറ്റിൽ 130 വാക്കുകൾ പറഞ്ഞാൽ കുട്ടികൾക്ക് 65 വാക്കുകൾ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ. ബാക്കി കിട്ടണമെങ്കിൽ സൂക്ഷ്മ ശ്രദ്ധയും ഏകാഗ്രതയും അത്യാവശ്യമാണ്. അധ്യാപകൻ 45 മിനിറ്റ് ക്ലാസ് എടുത്താൽ 25-30 മിനിറ്റ് മാത്രമേ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചില കുട്ടികൾക്ക് 10-15 മിനിറ്റ് പോലും ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. ബാക്കി ഭാഗം കൂടി ശ്രദ്ധയോടുകൂടി മനസ്സിൽ പതിയണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രത തന്നെ വേണം. വീണ്ടും പലരും പറയുമല്ലോ, ഒന്നും ഓർമ്മ കിട്ടുന്നില്ലെന്ന്. ഓർമ്മ കിട്ടലല്ല ഇവിടെ സംഭവിക്കുന്ന ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് എന്ന പ്രശ്നമാണ്. അതായത് ശ്രദ്ധ ഇല്ല, മനസ്സിങ്ങനെ കുതിറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആബ്സെൻ്റ് ആയിരിക്കുകയും പ്രസൻ്റ് ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ആബ്സെൻറ്റ് ആണ് സത്യത്തിൽ, പക്ഷെ പ്രസൻറ്റ് സർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ക്ലാസ്സിൽ ആബ്സെൻ്റ് ആൻഡ് പ്രസൻറ്റ് ഒരേ സമയം ആകുന്നത് എങ്ങനെയെന്ന് വിജയകരമായി ജീവിതത്തിൽ കാണിച്ചു തരുന്ന രീതിയാണ് ഇപ്പോൾ നമ്മളുടേത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്, ആബ്സെൻ്റ് ആകുമ്പോൾ ആബ്സെൻ്റ് ആവുക, പ്രസൻ്റ് ആകുമ്പോൾ പ്രസൻ്റ് ആവുക, രണ്ടും കൂടി ഒരുമിച്ചാകരുത്. ക്ലാസ്സിനുള്ളിൽ പ്രസൻ്റ് ആയിരിക്കുകയും അതേസമയം തന്നെ ആബ്സെൻ്റ് ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരാതിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിക്കുക. ഏഴാമത്തെ രീതിയാണ് അടക്കും ചിട്ടയുമുള്ള പഠന രീതി. ഈ അടക്കും ചിട്ടയുമുള്ള പഠന രീതി എന്ന് പറയുമ്പോൾ മുറി തന്നെ ഒന്ന് വൃത്തിയാക്കിയിടാൻ സാധിക്കണം. പഠനമുറി, അവിടെ തന്നെ ഒരു വൃത്തി വേണം. മനഃശാസ്ത്രം പറയുന്നത് അങ്ങേയറ്റം വൃത്തിയില്ലാത്ത ഒരന്തരീക്ഷത്തിൽ, വൃത്തിയില്ലാത്ത വസ്ത്രത്തിനുള്ളിൽ, വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ വൃത്തി മൊത്തത്തിൽ നഷ്ടപ്പെട്ട് ഒഴുക്കില്ലാതായി പോകും. ഒഴുക്കെന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒഴുക്കാകാം, നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ നൈർമല്യത്തിൻ്റെ ഒഴുക്കാകാം, പിന്നെ മൊത്തത്തിലൊരു ചൈതന്യത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്. ചില ആളുകൾ ചൈതന്യവാഹികളാണെന്ന് പറയുമല്ലോ. ഈ ഒഴുക്കൊക്കെ നിലച്ചു പോകാൻ ഒരു കാരണം അടക്കും ചിട്ടയും ഇല്ലായ്മയാണ്. എല്ലാ കാര്യത്തിലും ഒരു ക്രമം ഉണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യുന്നതിന്, ഉണരുന്നതിന്, ഉറങ്ങുന്നതിനൊക്കെ ഒരു ക്രമം വേണം. ഇപ്പോൾ ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒന്നിനൊരു ക്രമമില്ല. രാത്രി എപ്പോൾ ഉറങ്ങും ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോൾ ഉണരും
അതും ഒന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് മാതാപിതാക്കൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവൻ രാത്രി ഇരുന്ന് ഒരുപാട് നേരം കമ്പ്യൂട്ടറും കൊണ്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആരും ഒരുപാട് നേരം കമ്പ്യൂട്ടർ കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 6-7 മണിക്കൂർ ഉറക്കത്തിന് നിശ്ചയമായിട്ടും വേണം. 6-7 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. 10 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടിക്ക് 5 മണിക്ക് ഉണരാൻ സാധിക്കും. അവൻ്റെ ക്രമമുള്ള ടൈം ടേബിൾ അങ്ങനെ ഉണ്ടായി. ഇത് 10 മണിയും കഴിഞ്ഞിട്ട് ഉറങ്ങാതിരിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് അറിവുള്ള ഒരാളും പറഞ്ഞു തരികയില്ല. നിങ്ങളുടെ വീട്ടിലെ രീതികൾ എങ്ങനെയാണെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ ക്രമം കൊണ്ടുവരാൻ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ടൈം ടേബിൾ ആത്മവിശ്വാസം തരുമെന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. ജീവിതത്തിന് അടക്കും ചിട്ടയും ക്രമവും ടൈം ടേബിൾ തരും. മാത്രമല്ല, ജീവിതത്തെ ഒരു വ്യക്തതയോടുകൂടി പദ്ധതി ഒരുക്കി നേരിടാൻ ടൈം ടേബിൾ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ടൈം ടേബിൾ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ പട്ടത്തെ നയിക്കുന്ന ചരട് പോലെയാണ് ടൈം ടേബിൾ. പണ്ടത്തെ കഥയുണ്ടല്ലോ, പട്ടം ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഒരു കുട്ടി ചരടിലൂടെ നയിക്കുന്നത് പട്ടത്തിന് അത്ര ഇഷ്ടമായില്ല. ഒരു കിളിയോട് പറഞ്ഞു ആ ചരടങ്ങ് പൊട്ടിച്ചേരിക. കിളി പറഞ്ഞു മണ്ട. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കുതിപ്പ്, പിന്നെ നീ താഴേക്ക് വീഴും. അവൻ പറഞ്ഞു ആ കുതിപ്പിന് വേണ്ടിയാണ് പറയുന്നത്, എനിക്ക് കുതിക്കണം. സ്വയം ചിരിച്ചുകൊണ്ട് ചരട് പൊട്ടിച്ചു കൊടുത്തു കിളി. പിന്നെ അവനൊന്ന് കുതിച്ചു, പിന്നെയും കുതിച്ചു. 2-3 കുതിപ്പിന് ശേഷം അടുത്ത കാറ്റിൽ അവൻ താഴേക്ക് വന്നു, ചെളിയിലേക്ക് വന്ന് വീണു. പിന്നെ അവനില്ലാതായി. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ചരടുകളൊന്നും പൊട്ടിച്ചെറിയാൻ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഡാഡിയോ മമ്മിയോ അപ്പനോ അമ്മയോ ഒക്കെ ചരടുകളുമായിട്ട് വരുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ വെറുതെ കുതിക്കാനാണ് ആഗ്രഹിക്കുന്നത് ചരടില്ലാതെ എന്ന് ചിന്തിക്കുന്നത് അപക്വമായ ചിന്തയാണ് എന്ന് തിരിച്ചറിയുക. 8ാമത്തെ കാര്യം, പഠനത്തെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്നതിന് പകരം ചെയ്യുന്നതെല്ലാം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നല്ലത്. അതാണ് പ്രാക്ടിക്കൽ. ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യൂ എന്ന് ശഠിക്കുന്നതിന് പകരം ചെയ്യുന്നതെല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങുക, ചെയ്യേണ്ടതെല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങുക. അതാണ് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. അപ്പോൾ പഠിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട കാര്യമാക്കി മാറ്റുക. ഐൻസ്റ്റൈന് വലിയ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചു അല്പനാൾ വിശ്രമിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഡോക്ടർ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് ശാന്തമായിട്ട് പോവുക. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ലബോറട്ടറിയിലേക്ക് പോയി. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ലബോറട്ടറിയിലായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശാന്തത തരുന്ന കാര്യവും ലബോറട്ടറിയിലായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പഠനമായി മാറുന്നത് നമുക്ക് സ്വപ്നമാക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ അവർ പഠനപരമായ മികവ് ഉണ്ടാക്കിയെടുക്കും. 9ാമത്തെ കാര്യം, ബോധപൂർവം പഠിക്കാൻ ശ്രമിക്കുക. ബോധപൂർവം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് എന്തിനു പഠിക്കണം എന്നൊരു ധാരണ ഉണ്ടാകണം. 2 എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണ ഉണ്ടാകണം. പിന്നെ ഉണർവ് സ്വയം കൊണ്ടുവരുന്ന എങ്ങനെയെന്ന് അറിയണം ജീവിതത്തിൽ. അല്ലാതെ മൂഡുകൾക്കനുസരിച്ച് കുറേ നേരം മൂഡുണ്ട് അപ്പോൾ പഠിക്കും, പിന്നെ മൂഡില്ലാത്തപ്പോൾ പഠിക്കില്ല. പിന്നെ അന്തരീക്ഷം മാറുന്നതനുസരിച്ച് മനസ്സിൻ്റെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥകൾക്കനുസരിച്ച് പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ജീവിതത്തിൽ എങ്ങും എത്തിച്ചേരുകയില്ല. നിങ്ങളുടെ മൂഡുകൾ നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. നിങ്ങളാണ് നിങ്ങളുടെ മൂഡുകളെ നയിക്കേണ്ടത് എന്നുകൂടി വ്യക്തമായിട്ട് തിരിച്ചറിയുക. 10ാമത്തെ കാര്യം, കഴിവുകൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. ആനക്ക് സ്വന്തം വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ആനക്കറിയില്ല ആന ഇത്രയും വലിപ്പമുള്ള ആളാണെന്ന്. ആന എപ്പോഴും സ്വയം കമ്പയർ ചെയ്തുകൊണ്ട് ഏതൊരു കൊച്ചു ജീവിയുടെ മുമ്പിലും പേടിച്ച് പിൻവാങ്ങിക്കളയും. പിന്നെ ഒരു രക്ഷയില്ലാതാവുമ്പോഴാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പം അറിഞ്ഞുകൂടാ. നിങ്ങൾ ഒരുപാട് വലിപ്പമുള്ള വ്യക്തിയാണ് എന്ന് സ്വയം ഒന്ന് പറയുക. എന്നിട്ട് ആ വലിപ്പത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. ഏതൊരു കറുത്തിരുണ്ട മാർബിളിലും ഉറങ്ങുന്ന മാലാഖിയുണ്ടെന്ന് പറഞ്ഞത് മൈക്കിളാഞ്ചലോയാണ്. ആ മാലാഖിയെ തൊട്ടുണർത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഉണർത്തിയെടുക്കുവാനായിട്ട് നമുക്കും സാധിക്കും. 11ാമത്തെ കാര്യം, തളരാതെ പരിശ്രമിക്കുക. പരാജയപ്പെട്ടു കഴിയുമ്പോൾ പരാജയത്തോട് തന്നെ പറയുക, നിന്നേക്കാൾ വലുതാണ് ഞാൻ. കാരണം നിന്നേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തോടൊപ്പം ഏത് പരാജയത്തെയും നേരിടുവാൻ എനിക്ക് സാധിക്കും. 12 പ്രാർത്ഥനയോടുകൂടി പഠിക്കുക.
പ്രാർത്ഥനയോട് പഠിക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തെ മൊത്തത്തിലൊന്ന് സ്വച്ഛമാക്കാൻ തന്നെ പ്രാർത്ഥന എത്രമാത്രം ഉപകരിക്കുമെന്ന് അറിയൂ. നിങ്ങൾ തുടങ്ങുന്നതോ അവസാനിപ്പിക്കുന്ന പ്രാർത്ഥനയോടെ ആവുക. ഇടവേളകളിൽ പ്രാർത്ഥന കൊണ്ട് നടക്കുക. ഇനി ശ്വാസോച്ഛ്വാസത്തിൽ പോലും ശ്വാസം ഉള്ളിലേക്ക് സാവകാശം എടുക്കുമ്പോൾ ഈശോ എന്നോ ദൈവം എന്നൊക്കെ ഉച്ചരിച്ചുകൊണ്ട് എടുത്തു വെക്കുക. നിങ്ങളുടെ ലൈഫിനൊരു വല്ലാത്തൊരു സുരക്ഷിത ബോധം തോന്നും. അപ്പോൾ പ്രാർത്ഥിച്ച് ഉണർന്ന് പ്രവർത്തിച്ച് ഉയർന്ന് പറന്ന് കീഴടക്കേണ്ട ആകാശങ്ങളൊക്കെ കീഴടക്കി ആകാശം പോലെ വിശാലമായി മാറുക. അതിന് നല്ല ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർന്ന് പറക്കാനുള്ള ഭാവുകങ്ങൾ നേരുന്നു. ദൈവം കൂടെ ഉണ്ടാവട്ടെ.